പാകിസ്ഥാനിലെ രണ്ട് പ്രധാന എയർബേസ്, റാവൽപിണ്ടിയിലെ നൂർ ഖാൻ എയർബേസ്, കറാച്ചിയിലെ മസ്റൂർ എയർബേസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്നതായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അസ്വാഭാവിക മിലിറ്ററി എയർ മൂവ്മെന്റ് ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. 60 മണിക്കൂറോളം തുടർച്ചയായിട്ട് ചൈനീസ് ടർക്കിഷ് ഹെവി മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പാകിസ്ഥാനിലേക്ക് എത്തുകയും തിരികെ പറക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. സാധാരണ ഒരു ഡിപ്ലോമാറ്റിക് വിസിറ്റ് അല്ല, റൊട്ടീൻ ട്രെയിനിങ് മിഷൻ ആണെന്നും തോന്നുന്നില്ല. അപ്പോൾ ചോദ്യം, പാകിസ്ഥാൻ എന്താണ് ഇത്ര പെട്ടെന്ന് വാങ്ങിക്കൂട്ടുന്നത്? ഡ്രോൺസ് ആണ്, എയർ ഡിഫൻസ് എക്യുപ്മെന്റ് ആണ്, എയ്റോസ്പേസ് ടെക്നോളജി ആണോ, അല്ലെങ്കിൽ അടുത്ത കോൺഫ്ലിക്റ്റിന് വേണ്ടിയുള്ള മിലിറ്ററി ലോജിസ്റ്റിക്സ് ആണ്? ഇതെല്ലാം ഇപ്പോഴും ഒഫീഷ്യലി കൺഫേംഡ് അല്ല, പക്ഷേ ടൈമിംഗ് വളരെ നിർണായകമാണ്. കാരണം ഓഗസ്റ്റ് 7-ന് പാകിസ്ഥാൻ, ടർക്കി, സൗദി അറേബ്യ എന്നിവർ മെക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന് പിന്നാലെയാണ് പാകിസ്ഥാനിലേക്കുള്ള ചൈനീസ് ടർക്കിഷ് മിലിറ്ററി ആക്ടിവിറ്റി സംബന്ധിച്ച് ഈ റിപ്പോർട്ട്സ് വരുന്നത്. അതുകൊണ്ട് ഇത് വെറും ഒരു കാർഗോ മൂവ്മെന്റ് ആയിട്ട് കാണണോ, അതോ സൗത്ത് ഏഷ്യയിൽ ഒരു പുതിയ സ്ട്രാറ്റജിക് ഇക്വേഷൻ രൂപപ്പെടുകയാണോ? നോക്കാം. ഏഷ്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയൊരു സൈനിക രഹസ്യം പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ പാകിസ്ഥാൻ അതിർത്തിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ചൈനയുടെയും തുർക്കിയുടെയും സഹായത്തോടെ പാകിസ്ഥാൻ നടത്തിയ 60 മണിക്കൂർ നീണ്ട അസാധാരണ മിലിറ്ററി സർജ് ഇന്ത്യയെ കടുത്ത ജാഗ്രതയിലാക്കിയിരിക്കുകയാണ്. വെറും ഒരു സാധാരണ സൈനിക നീക്കമല്ല ഇത്, മറിച്ച് ഇന്ത്യയുടെ സുരക്ഷാ ക്രമീകരണങ്ങളെ വെല്ലുവിളിക്കുന്ന വലിയൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലുള്ളത്. എന്താണ് ഈ ഒരു രഹസ്യ എയർലിഫ്റ്റിന്റെ കഥ എന്ന് നോക്കുമ്പോൾ, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ്, അതായത് പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സംഘർഷാവസ്ഥയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വളരെ അസാധാരണമായ ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങൾ സ്ഥിരീകരിക്കും. ഇതിലേറ്റവും ഞെട്ടിക്കുന്നതാണ് ചൈനയുടെയും തുർക്കിയുടെയും ഭാഗത്ത് നിന്നുള്ള രഹസ്യ ആയുധ കൈമാറ്റങ്ങൾ. കറാച്ചി അടക്കമുള്ള പാകിസ്ഥാന്റെ പ്രധാന വ്യോമസേനാ താവളങ്ങളിലേക്ക് തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ തുടർച്ചയായി എത്തിയതും ആയുധങ്ങളും ഡ്രോണുകളും ഇറക്കുമതി ചെയ്തതും പ്രതിരോധ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. ഈ 60 മണിക്കൂർ നീണ്ട രഹസ്യ എയർലിഫ്റ്റ് പാകിസ്ഥാന്റെ സൈനിക ശേഷിയെ പെട്ടെന്ന് ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം, ഇന്ത്യ ഒരേ സമയം 3 ശത്രുക്കളെയാണ് ഒരേ അതിർത്തിയിൽ നേരിടുന്നത് എന്നാണ്. പാകിസ്ഥാൻ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ പിന്നിൽ നിന്ന് എല്ലാത്തരം തന്ത്രപരമായ പിന്തുണയും നൽകുന്നത് ചൈനയും തുർക്കിയുമാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈനീസ് സാറ്റലൈറ്റുകൾ വഴി പാകിസ്ഥാന് തത്സമയ റിയൽ ടൈം ഇന്റലിജൻസ് വിവരങ്ങളും സാറ്റലൈറ്റ് ചിത്രങ്ങളും ലഭിച്ചിരുന്നു എന്ന് ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് DGMO തലത്തിലുള്ള ചർച്ചകളിൽ പോലും ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ കൃത്യമായി പരാമർശിച്ചത് ഈ ചൈനീസ് സഹായം മൂലമാണ്. ഇത് കൂടാതെ തുർക്കിയുടെ ആധുനിക കാമിക്കാസെ ഡ്രോണുകളും പരിശീലനം ലഭിച്ച സാങ്കേതിക വിദഗ്ധരും പാകിസ്ഥാന് വലിയ തോതിൽ പിന്തുണയും. എന്നാൽ പാകിസ്ഥാന്റെയും ഈ സഖ്യകക്ഷികളുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ ഗ്രിഡുകൾ പാകിസ്ഥാൻ തൊടുത്തുവിട്ട 100 കണക്കിന് ഡ്രോണുകളെയും മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കി. S-400 മിസൈൽ സംവിധാനങ്ങളും തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ മാർഗങ്ങളും ഇന്ത്യയുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ആകാശ നിരീക്ഷണത്തിനായിട്ട് പുതിയ മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ഹൈ ലിഫ്റ്റ് എയർഷിപ്സ് അടക്കമുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ വ്യോമസേന. ഈ പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് ദക്ഷിണേഷ്യയിൽ ഒരു പുതിയ സൈനിക സഖ്യം രൂപപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ്. ചൈനയുടെ ആയുധങ്ങളും തുർക്കിയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ശക്തവും തന്ത്രപരവുമായ തിരിച്ചടികൾ ഈ നീക്കങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ പോകുന്നതാണ്. ചുരുക്കത്തിൽ, അതിർത്തിയിലെ ഈ പുതിയ കൂട്ടുകെട്ടുകളെയും വെല്ലുവിളികളെയും ഇന്ത്യ അതീവ ജാഗ്രതയോടെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഭാവിയിലെ ഏത് സാഹചര്യം നേരിടാനും നമ്മുടെ സേന പൂർണ്ണ സജ്ജമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.